2019 ഒരു സുപ്രീം കോടതി വിധിയിലൂടെയാണ് എല്ലാം മാറി മറിഞ്ഞത്. NIA വേഴ്സസ് സൗർ അഹമ്മദ് ഷാ വത്താലി. വത്താലി വിധിയുടെ പ്രേതം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജാമ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസി ആരോപിക്കുന്ന കുറ്റങ്ങൾ ശരിയാണെന്ന ധാരണയിൽ മുന്നോട്ട് പോകണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. പ്രഥമദൃഷ്ട്യാ ഒരു കേസുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. തെളിവുകൾ പരിശോധിക്കാനോ സാഹചര്യമോ വിശ്വാസ്യതയോ വിശകലനം ചെയ്യാനോ പോകേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ വിധി കൊണ്ട് തന്നെ ജാമ്യാപേക്ഷകൾ വെറും ചടങ്ങുകളായി മാറി. ഗൗതം ഭാട്ടിയ അഭിപ്രായപ്പെട്ടതുപോലെ വത്താലി വിധിക്ക് ശേഷം ന്യായാധിപർ അന്വേഷണ ഏജൻസികളുടെ സ്റ്റെനോഗ്രാഫർമാരായി ചുരുങ്ങി എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഈ വിധിക്ക് ശേഷം ആരോപണങ്ങൾ തെളിവുകളായി, സംഘടനാ പ്രവർത്തനം ഗൂഢാലോചനയായി, പ്രസംഗം ഭീകരപ്രവർത്തനവുമായി, ജാമ്യം ഏകദേശം അസാധ്യവും.